എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആധാർ കാർഡ് PVC രൂപത്തിലുള്ള കാർഡിന് അപേക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. വിസിറ്റിംഗ് കാർഡിൻ്റെ രൂപത്തിലുള്ള ആധാർ കാർഡ് പ്രധാനമായിട്ടും കാണാൻ ഭംഗിയും അതോടൊപ്പം തന്നെ കൈവശം വയ്ക്കുവാൻ വളരെ എളുപ്പവുമാണ്. ദീർഘകാലം കേടുകൂടാതെ തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് ലഭ്യമായിട്ട് കുറച്ച് വർഷങ്ങളായി എങ്കിലും ആധാർ PVC കാർഡ് എപ്പോഴും പലരുടെയും കയ്യിൽ ഉണ്ടായിരിക്കുന്നതല്ല. സാധാരണ ആധാർ കാർഡ് ഉള്ളവർക്കും കാർഡ് കളഞ്ഞു പോയിട്ടുള്ളവർക്കും എല്ലാം തന്നെ ആധാർ PVC കാർഡ് സ്വന്തമാക്കാവുന്നതാണ്. 50 രൂപ മാത്രമേ ചിലവായിട്ട് വരുന്നുള്ളൂ. ഫോണിൽ തന്നെ ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. myaadhar.uidai government.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി തുറക്കുന്ന ടേബിളിൽ നമുക്ക് നിങ്ങളുടെ ആധാർ നമ്പർ, ക്യാപ്ച എന്നിവ എൻ്റർ ചെയ്ത ശേഷം മൊബൈൽ നമ്പർ നൽകാവുന്നതാണ്. ഈ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നമ്പർ സൈറ്റിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് ചേർക്കാവുന്നതാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി നിങ്ങൾക്ക് ഓർഡറിൻ്റെ സ്റ്റാറ്റസ് അറിയുവാനുള്ള SRN ട്രാക്കിംഗ് നമ്പർ ലഭിക്കുന്നതാണ്. അത് കോപ്പി ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ വായിച്ച് ഇൻഫർമേഷൻ നൽകി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിലേക്ക് കടക്കാവുന്നതാണ്. UPI, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവയിൽ അനുയോജ്യമായിട്ടുള്ള പേയ്മെൻറ്റ് രീതി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്താൽ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് വിവരങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾക്ക് ആധാർ PVC കാർഡ് ലഭിക്കുന്നതാണ്. കാർഡ് എപ്പോൾ ലഭിക്കുമെന്ന് മറ്റും അറിയുന്നതിനായിട്ട് ചെക്ക് ആധാർ PVC കാർഡ് ഓർഡർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് SRN സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപ്ചയും നൽകി സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.